ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദിവ്യഭാഗവതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അറിയിക്കുന്നു. എല്ലാവരുടെയും സഹകരണത്തിന് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാൽ തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യൽ സൂരയാ. തേജോ വാര്യമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം, പ്രഥമസ്കന്ധം. നമ്മൾ 10ാമത്തെ അധ്യായത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശൗനക ഉവാച. ഹത്വാ സ്വരിക്തസ്പൃഥ ആതതായനോ യുധിഷ്ഠിരോ ധർമ്മഭൃതാം വരിഷ്ഠ സഹാനുജയ പ്രത്യവരുദ്ധ ഭോജനം കഥം പ്രവൃത്ത കിമകാരശീർത്തതാം. ഹത്വാ സ്വരിക്ത സ്പൃഥ ആതതായനഃ യുധിഷ്ഠിരഃ ധർമ്മഭൃതാം വരിഷ്ഠഃ സഹ അനുജൈഃ പ്രത്യവരുദ്ധ ഭോജനഃ കഥം പ്രവൃത്തഃ കിം അകാരശീൽ തതഃ. ശൗനകമുനി സൂതനോട് ചോദിക്കുകയാണ്, ഈ കുരുക്ഷേത്ര മഹായുദ്ധത്തിൽ വെച്ചിട്ട് ആ ശത്രുക്കളെ മുഴുവൻ നശിപ്പിച്ചു. കാരണം എന്താണ്? ഒരു പ്രത്യേക ധാർമ്മികമായിട്ടുള്ള ഒരു ആവശ്യമാണ് പാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട രാജ്യം ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പാണ്ഡവന്മാർ അതിൽ ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് വിജയം നേടി അവർ. അപ്പോൾ ഈ പരീക്ഷിത്ത് യുധിഷ്ഠിര മഹാരാജാവെന്ന് പറഞ്ഞാൽ ധർമ്മദേവൻ്റെ അംശാവതാരാണ്, ജനിച്ച ആളാണ്. അതുകൊണ്ട് ഏറ്റവും ധർമ്മിഷ്ഠനാണ് യുധിഷ്ഠിര മഹാരാജാവ് എന്നാണ്. അപ്പോൾ തൻ്റെ സഹോദരന്മാരോട് കൂടിയിട്ട് എങ്ങനെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്, എങ്ങനെയാണ് യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ
തൻ്റെ ആ സാമ്രാജ്യം ആനന്ദകരമായിട്ട് തീർത്തത്, അനുഭവിച്ചത് എന്നാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ഈ യുധിഷ്ഠിര മഹാരാജാവ് ഈ ധർമ്മത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മഹത്തായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് ഭാഗവതം സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുധിഷ്ഠിര മഹാരാജാവിന് ഈ തൻ്റെ സഹോദരന്മാരായിട്ട് യുദ്ധം ചെയ്യാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമാണ്, ആവശ്യമായിട്ടുള്ള കാര്യമാണ് അവകാശപ്പെട്ട രാജ്യം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ്, ഇവിടെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ്, ഒരാവശ്യത്തിന് വേണ്ടിയിട്ട്, യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് യുദ്ധം ചെയ്തത് എന്നുള്ളത് കൊണ്ട് ആണ് ഭഗവാൻ അവരുടെ കൂടെ നിന്ന് അവരെ വിജയിപ്പിച്ചത് എന്ന് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തെ ശ്ലോകം. സൂത ഉവാചാം വംശം കുരോർവംശദവാഗ്നിനിർഹൃതം സംരോഹയത്വാ ഭവഭാവനോ ഹരി നിവേശയത്വാ നിജരാജ്യേശ്വരം യുധിഷ്ഠിരം പ്രീതമനാ ബഭൂവഃ. വംശം കുരോഃ വംശദവാ അഗ്നിനിർഹൃതം സംരോഹയത്വാ ഭവഭാവനോ ഹരി ഭവഭാവനഃ ഹരി നിവേശയത്വാ നിജരാജ്യേ ഈശ്വരം യുധിഷ്ഠിരം പ്രീതമന ബഭൂവഃ. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇവിടെ എല്ലാം സംഭവിച്ചത് എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ പ്രപഞ്ചകോടികളെ മുഴുവൻ സംരക്ഷിക്കുന്ന ഈശ്വരനാണ്. യുധിഷ്ഠിര മഹാരാജാവിനെ ഈ രാജ്യത്തിൽ സിംഹാസന ആരൂഢനാക്കിയതോടുകൂടി ഭഗവാനും വളരെ അധികം സന്തോഷമായി. അപ്പോൾ എങ്ങനെയാണ് ഈ കൗരവന്മാർ നശിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഒരു അഹങ്കാരം കൊണ്ട് അധാർമികമായിട്ടുള്ള മാർഗത്തിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് അവർ നശിച്ചു പോയത് എന്നാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇവിടെ ധാർമ്മികമായിട്ടുള്ള ഒരു യുദ്ധം ധർമ്മക്ഷേത്രത്തിൽ വെച്ച് നടന്നത് എന്നാണ്. ഇതിൻ്റെ പദ്ധതികളെല്ലാം ഭഗവാൻ തന്നെയാണ് ആവിഷ്കരിച്ചത് എന്നാണ്. അങ്ങനെ ആ കുരുക്ഷേത്രത്തിൽ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് എല്ലാം സംഭവിച്ചു. ധർമ്മത്തിൻ്റെ മൂർത്തിമൽ ഭാവമായിട്ടുള്ള പാണ്ഡവന്മാരെ സിംഹാസന ആരൂഢരാക്കിയതോടുകൂടെ ഭഗവാന്റെ ഉദ്ദേശമെല്ലാം സാധിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ശ്ലോകം. നിശമ്യ ഭീഷ്മോക്തമഥാച്യുതോക്തം പ്രവൃത്ത വിജ്ഞാനവിധൂത വിഭ്രമ ശശാസഗാമീന്ദ്ര ഇവാജിതാശ്രയ പരിധ്യുബാന്ധാമനുജ അനുവർത്തിനാം. നിശമ്യ ഭീഷ്മ ഉക്തം അഥ അച്യുത ഉക്തം പ്രവൃത്ത വിജ്ഞാന വിധൂത വിഭ്രമ ശശാസ ഗാം ഇന്ദ്ര ഇവ അജിതാശ്രയ പരിധ്യുപാന്താം പരിധി ഉപാന്താം അനുജ അനുവർത്തിതഃ. അതായത് യുധിഷ്ഠിര മഹാരാജാവ് ഈ ഭീഷ്മദേവനിൽ നിന്നും ഭഗവാനിൽ നിന്നും ഉപദേശങ്ങൾ നേടിയിട്ടുണ്ട്. അത് സ്വയം ഉൾക്കൊണ്ട് അനുഭവപ്പെടുത്തിയിട്ടുണ്ട് ആ ഉപദേശങ്ങളെല്ലാം എന്നാണ്. അതുകൊണ്ട് തന്നെ യുധിഷ്ഠിര മഹാരാജാവിന് യഥാർത്ഥത്തിലുള്ള ജ്ഞാനവും എങ്ങനെ ജീവിക്കണം എന്നതിൻ്റെ യഥാർത്ഥത്തിലുള്ള ജ്ഞാനവും യുധിഷ്ഠിര മഹാരാജാവിനുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവിധത്തിലുള്ള യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ധാരണാഭേദങ്ങളും ദുഃഖങ്ങളും അതൊക്കെ ഇല്ലാതെയായിട്ട് മാറി, നിരാശകളൊക്കെ ഇല്ലാതെയായിട്ട് മാറി എന്നാണ്. ഇവിടെ 7 സമുദ്ര പരിധിയായിട്ടുള്ള ഈ ഭൂമി മുഴുവൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സാമ്രാജ്യമായിരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 7 സമുദ്രത്തിൻ്റെ ഉള്ളിൽപ്പെട്ട ഭൂമി എന്ന് പറഞ്ഞാൽ ഭാരതഭൂമി അതിനെ നേതൃത്വം വഹിക്കണു ഈ ഭരണത്തിന്. മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം ഭാരതത്തിൻ്റെ കീഴിലായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.
എന്നാണ്. 4-ാമത്തെ ശ്ലോകം. കാമം വവർഷ പർജന്യ സർവകാമദുഃഖാമഹി ശിഷിജുസ്മ വ്രജാൻ ഗാവാ പയസോധസ്വതിർമുദാം. കാമം വവർഷ പർജന്യ സർവകാമദുഃഖാമഹി ശിഷിജു സ്മ വ്രജാൻ ഗാവഃ പയസ ഓധസ്വതി മുദ. അതായത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ഭരണം ആരംഭിച്ചതോട് കൂടിയിട്ട് ഇവിടുത്തെ നമ്മളുടെ ഈ ഭൂമിയിലെ സാത്വികമായിട്ടുള്ള ഗുണം വർദ്ധിച്ചു വന്നു. അതിനനുസരിച്ച് മഴ വേണ്ട വിധത്തിലുണ്ടായി. മഴ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഭൂമി മുഴുവൻ സമ്പൽ സമൃദ്ധമായിട്ട് മാറും എന്നാണ്. സർവകാമ ദുഃഖാമഹി, ഭൂമി സർവകാമ ദുഃഖയായി. ഭൂമിയിൽ നിന്നും എന്തും ലഭിക്കും. ഭൂമിയിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. അതേപോലെ ഭൂമിയെ കണക്കാക്കണമെന്ന് മാത്രം എന്നാണ്. പിന്നെ ധാരാളം പശുക്കളെ വളർത്തുന്ന ഗോശാലകൾ, അവിടെ ധാരാളം പശുക്കൾ. ആ പശുക്കളിൽ നിന്നൊക്കെ പാല് സമുദ്രം പോലെ, പാലാഴി പോലെ ആ പാല് ഉണ്ടാവാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ പാലുൽപ്പന്നങ്ങൾ, അതിൽ നിന്നും വരുന്ന തൈര്, നെയ്യ് മുതലായിട്ടുള്ളത്, പിന്നെ പശുവിൽ നിന്നുണ്ടാവുന്ന എല്ലാ വസ്തുക്കളും ഔഷധമാണ്. അപ്പോൾ ധാരാളം ഗോശാലകൾ, ആ ഗോശാലകൾ ധാരാളം പശുക്കൾ, അങ്ങനെയുള്ള ആ പശുക്കളുടെ ആ പാല് കൊണ്ട്, ആ പാലുൽപ്പന്നങ്ങളെ കൊണ്ടും അവിടെ സമ്പൽ സമൃദ്ധമായി തീർന്നു. എന്തിന്? പശുക്കളുടെ പാല് കൊണ്ട് ആ മൈതാനങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിർന്നു എന്നാണ് പറയണത്. അത്രയും സമ്പൽ സമൃദ്ധമായിട്ടുള്ളതായിരുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മളെല്ലാവരും ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുന്നവരാണ്. ഭൗതികമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുന്നവർ അതാണ് നമ്മളുടെ ഈ ഭൂമി, അതായത് ഈ പ്രകൃതി, ഭൂമി നമ്മളുടെ അമ്മയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഭൂമിക്ക് ഭഗവത് സേവ ചെയ്യുന്ന ഒരു ജനസമൂഹത്തിന് നമ്മളുടെ അമ്മയാകുന്ന ഭൂമി, പ്രകൃതി എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം കൊടുക്കും. കാരണം ഇത് ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള അനുഗ്രഹമാണ്. ഭൂമി ദേവിക്ക്, പ്രകൃതിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഭഗവത് സേവ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യഥാ രാജാ തഥാ പ്രജ എന്ന് പറയും. രാജാവ് ധാർമ്മികനാണ് എന്നുണ്ടെങ്കിൽ ആ ധാർമ്മികമായ സംസ്കാരം ഈ പ്രജകൾക്കും പകരും. ആ ധാർമ്മികമായ സംസ്കാരം പ്രജകളിൽ ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ പൂർണ്ണമായും സന്തോഷിക്കും. ഭഗവാൻ പൂർണ്ണമായും സന്തോഷിക്കുന്ന സമയത്ത് ഈ ഭഗവാന്റെ കീഴിലുള്ള എല്ലാ ദേവീദേവന്മാരും പ്ലീസിങ് ആവും, സന്തോഷിക്കും. അതോടുകൂടെ വേണ്ട വിധത്തിൽ സമ്പൽ സമൃദ്ധമായി തീരും ഓരോ രാജ്യവും എന്നാണ്. അപ്പോൾ മെയിനായിട്ട് എന്താ വേണ്ടത്? ഭരണാധികാരികൾ ഭഗവാനോട് ആ ഒരു സമർപ്പണ ബുദ്ധിയുള്ളവരായിട്ട് മാറണം എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് പ്രകൃതിയിൽ നിന്ന് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ഭൂമിയിൽ നിന്ന് തന്നെ ലഭിക്കും. ഭൂമിയിൽ നിന്നെല്ലാം ലഭിക്കും. അനാവശ്യമായിട്ടുള്ള ഒരു സംസ്കാരം, ആധുനികമായിട്ടുള്ള ആ ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഒരു സംസ്കാരമുണ്ട്. വെറും അർത്ഥകാമങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സംസ്കാരം, അതിനെ നമ്മളുടെ ഈ പുരാണങ്ങളോ സനാതനധർമ്മം അംഗീകരിക്കുന്നില്ല എന്നാണ് പറയണത്. ഇനി 5-ാമത്തെ ശ്ലോകം. നദ്യ സമുദ്രാഗിരയാം സവനസ്പതി വിരുധ ഫലം ദ്യോഷധയ സർവ കാമമന്യൃതു തസ്യ വൈ. നദ്യ സമുദ്രാ ഗിരയ സവനസ്പതി വിരുധ ഫലം ദി ഓഷധയ സർവ കാമം അനുഋതു തസ്യ വൈ. ഓരോ ഋതുക്കളിലും, അതായത് നദികൾ, അതേപോലെ സമുദ്രങ്ങൾ, പിന്നെ കുന്നുകൾ, പർവ്വതങ്ങൾ, കാടുകൾ, അതേപോലെ വൃക്ഷലതാദികൾ, പിന്നെ ഔഷധി എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള മരുന്ന്, ഔഷധ സസ്യങ്ങൾ ഓരോ കാലത്തിലും ഓരോ ഋതുക്കളിലും ഉണ്ടാവേണ്ടത് അതെല്ലാം ഈ എങ്ങനെയാണോ നമ്മൾ നികുതി കൊടുക്കുന്നത് അതേപോലെ
നമ്മൾക്ക് ജീവിക്കാൻ സൗകര്യം തരുന്ന ആ എല്ലാ പ്രൊട്ടക്ഷനും തരുന്ന ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കാറുണ്ട്. അതേപോലെ ഈ ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ഇതെല്ലാം നദ്യ സമുദ്ര ഗിരയ സവനസ്പതി വീരുത ഇതെല്ലാം നികുതി കൊടുക്കുന്നത് പോലെയാണ്. അതായത് അത് അവരുടേതായിട്ടുള്ള ഒരു സമർപ്പണം. നദികളിൽ നല്ല ശുദ്ധമായ ജലം, സമുദ്രത്തിലാണെങ്കിൽ വിശേഷപ്പെട്ട രത്നങ്ങൾ, സമുദ്രത്തിൻ്റെ അഗാധ തലങ്ങളിലുള്ള രത്നങ്ങൾ, അതേപോലെ തന്നെ പർവ്വതങ്ങളിൽ പല പല വിധത്തിലുള്ള ധാതുക്കൾ, കുന്നുകളിൽ പിന്നെ കാടുകളിൽ വിശേഷപ്പെട്ട വൃക്ഷങ്ങൾ, വലിയ 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 വൃക്ഷങ്ങൾ, പിന്നെ കാടുകൾ, പിന്നെ ലതകൾ, ഔഷധ സസ്യങ്ങൾ, ഇതെല്ലാം സമൃദ്ധമായി തീർന്നു ഈ സാമ്രാജ്യത്തിൽ എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും അങ്ങനെ ഒരു ഭരണാധികാരി അങ്ങനെ നന്നായി കഴിഞ്ഞാൽ എല്ലാ സദ്ഗുണങ്ങളും ഭൂമിയിലേക്കും അതിൽ ആ ഭരണാധികാരികളുടെ കീഴിലുള്ള പ്രജകൾക്ക് വന്നു ചേരും എന്ന് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഭരണാധികാരികളുടെ കാലടി പിന്തുടർന്നുകൊണ്ട് സഞ്ചരിക്കേണ്ടതാണ്, ഭരണം കാഴ്ചവെക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഭരണം കാഴ്ചവെക്കുന്നു എന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാടുണ്ടാവില്ല. നിർഭാഗ്യവശാൽ നേരെ എതിരായിട്ടാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം. ഇതിൽ നിന്ന് നമ്മൾക്ക് മോചനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും ആത്മീയമായ സംസ്കാരമുള്ളവരായിട്ട് മാറണം. ആത്മീയമായ സംസ്കാരത്തിൽ കൂടെ അവനവൻ നേരെയാവുക, ആദ്യം അവനവൻ നേരെയാവുക, അവനവൻ ഈശ്വരനെ സേവിക്കുക, അവനവന് പരിചയമുള്ളവരോട് ഭഗവത് സേവ ചെയ്യാനായിട്ട് ഉപദേശിക്കുക. അങ്ങനെ സേവ ചെയ്താൽ മാത്രം നന്നാവുമോ ചോദിച്ചാൽ സേവ ചെയ്താൽ നന്നാവും. ഭഗവാൻ സേവ ചെയ്താൽ നന്നാവാതിരിക്കില്ല. കാരണം ഭഗവത് സേവ ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാൻ സന്തോഷിക്കും. ഭഗവാൻ സന്തോഷിച്ചാലോ എല്ലാ പരിതസ്ഥിതികളും അനുകൂലമായിട്ട് മാറും എന്നാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഒരു ഭരണം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് പിന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 6ാമത്തെ ശ്ലോകം. നാഥയോ വ്യാധയ ക്ലേശ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹിജിൽ. നാഥയോ വ്യാധയ ക്ലേശ ദൈവഭൂതാത്മഹേതവ അജാതശത്രാവഭവൻ ജന്തൂനാം രാജ്ഞികർഹിജിൽ. അതായത് ആധികൾ, വ്യാധികൾ, ക്ലേശങ്ങൾ, അതോ ദൈവഭൂതാത്മഹേതവ, ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം മുതലായിട്ടുള്ള 3 ക്ലേശങ്ങളാണ് പറയുന്നത്. ആധികൾ, വ്യാധികൾ, പിന്നെ ദുഃഖങ്ങൾ. ഇതെല്ലാം അവിടെ ഈ എല്ലാം നശിച്ചുപോയി, ദുഃഖങ്ങളൊന്നും ഉണ്ടായില്ല ആർക്കും എന്നാണ്. ഏത് സമയത്ത് അജാതശത്രൗ അഭവൻ ജന്തുവിനാം രാജ്ഞികർഹിജിൽ. അശ്വ മഹാരാജാവ് ഭരണം ഏറ്റെടുത്തതോട് കൂടിയിട്ട് ഈ ജനങ്ങൾക്ക് വളരെ ശാന്തിയും സമാധാനവും ഉണ്ടായി എന്നിവിടെ സൂചിപ്പിക്കുന്നു എന്നാണ്. യുധിഷ്ഠിരൻ്റെ സാമ്രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ശ്ലോകങ്ങളിൽ കൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവും രാജ്യത്തിലെ പ്രജകളും വളരെ സന്തോഷവും സമാധാനവുമായിട്ടിരിക്കുന്ന ആ സമയത്ത് ഭഗവാൻ വളരെയധികം ആനന്ദിച്ചു, സമാധാനമായി ഭഗവാൻ. അപ്പോൾ ഭഗവാൻ തിരിച്ചു പോകാനായിട്ട് ആരംഭിക്കുന്നു. ഹരേ കൃഷ്ണ. 7ാമത്തെ ശ്ലോകം. ഉഷിത്വാ ഹാസ്തിനപുരേ മാസാൻ കതിപയാൻ ഹരി സുഹൃദാന്ത വിശോകായ സ്വസുശ്ച പ്രിയകാമ്യയാം. ഉഷിത്വാ ഹാസ്തിനപുരേ, കുറച്ച് ദിവസം ഭഗവാൻ ഹസ്തിനപുരത്തിൽ താമസിച്ചു. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ സുഹൃദാന്ത വിശോകായ, തൻ്റെ സ്വന്തം ആളുകളായിട്ടുള്ള പാണ്ഡവന്മാർക്ക് സമാധാനം, സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ സ്വസുശ്ച പ്രിയകാമേയ, സുഭദ്രാദേവിയുടെയും ദേവിക്കും ആനന്ദം കൊടുക്കാനായിട്ട് ഭഗവാൻ കുറച്ച് ദിവസം അവിടെ താമസിച്ചു എന്നാണ്. ദ്വാരകയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ യുധിഷ്ഠിര മഹാരാജാവിനെ സിംഹാസന ആരൂഢനാക്കി അഭിഷേകം ചെയ്തു പോകണമെന്ന് ഭഗവാന് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ തൻ്റെ സുഹൃത്തുക്കളുടെ ആയിട്ടുള്ള പാണ്ഡവന്മാരുടെയും ബന്ധുക്കളായ പാണ്ഡവന്മാരുടെയും സ്വന്തം സഹോദര സുഭദ്രയുടെയും ആനന്ദത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കുറച്ച് ദിവസം കൂടി അവിടെ താമസിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഭഗവാൻ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ഭഗവാൻ
തൻ്റെ ഭക്തന്മാർക്ക്, ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാർക്ക് ഭഗവാൻ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കും എന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ആമന്ത്ര്യാഭ്യനുജ്ഞാത പരിഷ്യത്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിൽ പരിഷ്യക്തോഭിവാദിതാം. ആമന്ത്ര്യാഭ്യനുജ്ഞാത പരിഷ്യദ്യാഭിവാദ്യതം ആരുരോഹരഥം കൈശ്ചിൽ പരിഷ്യക്തോഭിവാദിത. ആമന്ത്ര്യ ച അഭി അനുജ്ഞാത പരിഷ്യദ്യ അഭിവാദ്യ തം ആരുരോഹ രഥം കൈശ്ചിൽ പരിഷ്യക്ത അഭിവാദിത. തിരിച്ചു പോവാനായിട്ട് ആരംഭിക്കുന്ന ഭഗവാൻ എങ്ങനെയാണ് ഈ പാണ്ഡവന്മാരോട് ഭഗവാന്റെ ഭാവം എന്തായിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കുന്നത്. ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് അനുവാദം വാങ്ങി. കാരണം ഭൗതികമായിട്ടുള്ള ഒരു നിലയിൽ നോക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് കുന്തിദേവിയുടെ മൂത്ത പുത്രനാണ്. ഭഗവാന്റെ പ്രായം കൊണ്ട് ഭഗവാന്റെ ജ്യേഷ്ഠനായിട്ട് വരും. ഭഗവാൻ കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടത് എന്നത്. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവിനോട് അനുവാദം വാങ്ങിക്കൊണ്ട് എന്നാണ്. യുധിഷ്ഠിര മഹാരാജാവിനെ നമസ്കരിച്ചു ഭഗവാൻ. എന്നിട്ട് മഹാരാജാവ് ഭഗവാനെ ആലിംഗനം ചെയ്തു. പിന്നെ മറ്റുള്ള പാണ്ഡവന്മാർ, അതായത് അർജുനൻ കെട്ടിപ്പിടിച്ചു. അർജുനൻ സ്വന്തം ഭീമസേനൻ അർജുനൻ സ്വന്തം ഭഗവാന്റെ അതേ വയസ്സാണ് അതുകൊണ്ട് എന്നാണ്. പിന്നെ മറ്റുള്ള നകുല സഹദേവന്മാരുടെയൊക്കെ നമസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഭഗവാൻ അവരെയും അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ഭഗവാൻ പോവാനായിട്ട് ആരംഭിക്കുന്നത്. ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ്. എന്തിന്? ലോകത്തിനെ ഉത്ബോധിപ്പിക്കാനായിട്ട്. ബന്ധുക്കളായിട്ട് എങ്ങനെ പെരുമാറണം, മുതിർന്നവരായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവനവൻ്റെ അതേ പ്രായമുള്ളവരായിട്ടുള്ള ഡീലിങ്സ് എങ്ങനെയാണ് വേണ്ടത്, പ്രായം കുറഞ്ഞവരായിട്ട് എങ്ങനെയാണ് ഡീലിങ്സ് വേണ്ടത്, ഏത് വിധത്തിലാണ് ഇടപെടേണ്ടത് എന്നൊക്കെ ഭഗവാൻ തൻ്റെ പ്രവൃത്തികളിൽ കൂടെ കാണിച്ചു തരുന്നു, ലോകത്തിന് കാണിച്ചു. ഒരു മാതൃകയാണ്. ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും അങ്ങനെയാണ് എന്നാണ്. 19:9-10 സുഭദ്രാ ദ്രൗപദീ കുന്തി വിരാടതനയാ തഥാ ഗാന്ധാരീ ധൃതരാഷ്ട്രശ്ച സുജയുർസുർഗൗതമോ യമൗ വൃകോദരശ്ച ധൗമ്യശ്ച സ്ത്രിയോ മത്സ്യസുതാദയാ നസൈഹിരേ വിമുഹ്യന്തോ വിരഹം ശാർങ്ങധന്വനാം. സുഭദ്ര, ദ്രൗപദി, കുന്തി, വിരാടതനയ അതായത് ഉത്തര, തഥാ ഗാന്ധാരി, ധൃതരാഷ്ട്ര ച യുയുത്സുഃ ഗൗതമഃ യയൗ വൃകോദരഃ ച ധൗമ്യഃ ച സ്ത്രിയഃ മത്സ്യസുതാദയാ ന സേഹിരേ വിമുഹ്യന്തഃ വിരഹം ശാർങ്ങധന്വനഃ. സുഭദ്ര, ദ്രൗപദി ദേവി, പിന്നെ കുന്തി ദേവി, ഉത്തരാദേവി, അതേപോലെ ഗാന്ധാരി, ധൃതരാഷ്ട്രർ, യുയുത്സു എന്നത് ധൃതരാഷ്ട്രർക്ക് ഒരു വൈശ്യസ്ത്രീയിലുണ്ടായിട്ടുള്ള പുത്രനാണ് എന്നാണ് യുയുത്സു. ഈ മഹാഭാരത യുദ്ധത്തിൽ യുയുത്സു മാത്രമാണ് അവിടെ രക്ഷപ്പെട്ടു നിൽക്കുന്നത് കൗരവ സൈന്യത്തിൽ എന്നാണ്. അപ്പം ഗൗതമഃ യമൗ എന്ന് പറഞ്ഞാൽ 2 പേര്, അതായത് നകുല സഹദേവന്മാർ എന്നാണ്. വൃകോദരഃ ഭീമസേനൻ, ധൗമ്യശ്ച ധൗമ്യ മഹർഷി, സ്ത്രീയ മത്സ്യസുതാദയ മത്സ്യലോകത്തിൽ, അതായത് മത്സ്യരാജ്യത്തിൽ അങ്ങനെയുള്ളവർ, അങ്ങനെയുള്ളവർക്ക് ആർക്കും ഭഗവാന്റെ വിരഹം സഹിക്കാനായിട്ട് സാധിച്ചില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെ നേരിട്ട് കാണുകയാണ് ഇപ്പോൾ അവർ ചെയ്യണത്. ഭഗവാൻ പെട്ടെന്ന് അവിടുന്ന് പോകുമ്പോഴോ ഇനി കാണാൻ സാധിക്കില്ലല്ലോ എന്നുള്ള വിരഹവേദനയിലായിരുന്നു ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. സത്സംഗാൽ 11-12
സത്സംഗാൽ മുക്ത ദുസ്സംഗോഹാതും നോത്സഹതേ ബുധ കീർത്യമാനം യശോ യസ്യ സകൃതാകർണ്യരോചനം തസ്മിന്യസ്തധിയ പാർത്ഥ സഹേരൻ വിരഹം കഥം ദർശന സ്പർശ സംലാപ ശയനാസന ഭോജനൈ. സത്സംഗാൽ മുക്ത ദുസ്സംഗോ, അതായത് ഭഗവാനായിട്ടുള്ള ഒരു സംഘം കൊണ്ട് എന്താണ് നമ്മൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് പരിശുദ്ധ ഭക്തന്മാർ കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നാണ്. ആദും നോത്സഹതേ ബുധ, അങ്ങനെ വന്നു കഴിഞ്ഞാലോ സത്സംഗം കൊണ്ട് ദുസ്സംഗത്തും കൊണ്ടുള്ള ദോഷങ്ങളില്ലാണ്ടാവുന്ന സജ്ജനങ്ങളായിട്ടുള്ള സംഘം കൊണ്ട് ഭൗതികമായിട്ടുള്ള നമ്മളുടെ ഈ മലിനമായിട്ടുള്ള മാലിന്യം കലർന്നിട്ടുള്ള മനസ്സ് പരിശുദ്ധമായിട്ട് മാറും എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും അങ്ങനെയുള്ള സത്സംഗത്തിനെ, സജ്ജനങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. സത്സംഗത്തിനെ അവർ ഉപേക്ഷിക്കില്ല എന്നാണ്. അപ്പോൾ കീർത്യമാനം യശോയസ്യ, കാരണം എന്താണ്? ഒരു തവണ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് കീർത്തനം ചെയ്തു കഴിഞ്ഞാൽ, സകൃത ആകർണ്യാൽ ഒരിക്കൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സതിലേക്ക് ആകർഷിക്കപ്പെടും. എങ്ങനെ ആകർഷിക്കപ്പെടുക? മനസ്സ് ശുദ്ധമായ മനസ്സുകളെ പെട്ടെന്ന് ഭഗവാൻ ആകർഷിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തസ്മിൻ ന്യസ്തധിയ, അപ്പോൾ ഭഗവാനിലേക്ക് അത്രയും ലയിച്ചു ചേർന്നിട്ടുള്ള മനസ്സോട് കൂടിയിട്ടുള്ള പാണ്ഡവന്മാർ, അവരുടെ കൂടെയുള്ളവർ, അവർക്കൊക്കെ സഹേരൻ വിരഹം കഥം, എങ്ങനെയാണ് അവർക്ക് ഭഗവാന്റെ വിരഹം സഹിക്കാൻ സാധിക്കുക? ഭഗവാനിപ്പോൾ പോവാണ് ദ്വാരകയിലേക്ക്, പോയി കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ഇപ്പോൾ കാണാൻ സാധിക്കുമോ പ്രത്യക്ഷമായിട്ട്? അപ്പോൾ അവർക്ക് ആ ദുഃഖം, വിരഹം അവർക്ക് താങ്ങാൻ സാധിക്കില്ല എന്നാണ്. അവരെങ്ങനെ, പാണ്ഡവന്മാരെങ്ങനെയുള്ളവരാണ്? ദർശന സ്പർശ സംലാപ ശയന ആസന ഭോജന. ഭഗവാനെ അവരെ എപ്പോഴും കാണുന്നുണ്ട്, ഭഗവാനെ സ്പർശിക്കാൻ സാധിക്കുന്നുണ്ട്, ഭഗവാനെ ആലിംഗനം ചെയ്യാൻ, ഭഗവാന് നമസ്കാരം സ്വീകരിക്കാൻ, അങ്ങനെ ഭഗവാനായിട്ട് അത്രയും സൗഹൃദം ഉണ്ട് അവർക്ക്. പിന്നെ സ്പർശ സംലാപ, ഭഗവാനോട് നേരിട്ട്, അതായത് ശ്രുതികൾ, ഇതിലൊന്നും വേദങ്ങളിൽ പോലും പല യോഗീശ്വരന്മാർക്ക് പോലും ദുർദർശോഭം, അതായത് കാണാൻ സാധിക്കാത്ത ആ ശ്രീകൃഷ്ണ ഭഗവാനെ അത്രയും അടുപ്പം അവർക്ക് ഭഗവാനോട് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കണം. ദർശന സ്പർശ സംലാപ ശയന, കിടക്കുന്നത് അത് അർജുനൻ്റെ കൂടെ ഭഗവാൻ കിടക്കുക, നകുലൻ്റെ കൂടെ, സഹദേവൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും ഭഗവാൻ. ശയന ആസന, ഒന്നിച്ചിരിക്കും ഭഗവാൻ. അതേപോലെ തന്നെ ഭോജനൈഹി, ആഹാരം കഴിക്കൽ ഒന്നിച്ചാണ്. അപ്പോൾ എങ്ങനെ ഭഗവാനെ, സർവശരണായ ഭഗവാനെ അവർക്ക് മറക്കാൻ സാധിക്കും? അപ്പോൾ ഭഗവാനായിട്ട് അടുക്കും തോറും ഭഗവാനെ പിരിയാനുള്ള ആ സങ്കടവും വേദനയും വർദ്ധിച്ചു വരും എന്നാണ് സൂചിപ്പിക്കുന്നത്. 13ാമത്തെ ശ്ലോകം. സർവേ തേ നിമിഷൈരക്ഷേ തമനുദ്രുതചേതസാ വീക്ഷന്ത സ്നേഹസംരബ്ധാം സ്നേഹസംബന്ധ വിലേജുസ്തത്ര വിചേലുസ്തത്ര തത്ര. സർവേ തേ അനിമിഷൈഃ അക്ഷൈഃ തം അനുദ്രുതചേതസഃ വീക്ഷന്ത സ്നേഹസംബന്ധാഃ വിചേലുഃ തത്ര തത്ര. അതായത് സർവേ എല്ലാവരും, തേ അവർ, അതായത് പാണ്ഡവന്മാർ, നേരത്തെ പറഞ്ഞല്ലോ ഇവരെല്ലാവരും എന്നാണ് സൂചിപ്പിക്കുന്നത്. അനിമിഷൈഹി അവർ കണ്ണടയ്ക്കാതെ, അക്ഷൈഹി അവരുടെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ ഭഗവാന്റെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളും മുഴുവൻ ഭഗവാന്റെ പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മനസ്സും ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ പിന്നാലെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ ആ മനസ്സ് ശുദ്ധമായി തീരണം. ശുദ്ധ ഭക്തിയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ രൂപത്തിൻ്റെ പിന്നാലെ മനസ്സിനെ സഞ്ചരിപ്പിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. പാണ്ഡവന്മാർ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളവരൊക്കെ ശുദ്ധഭക്തന്മാരായതുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സ് ഭഗവാന്റെ പിന്നാലെ കൊണ്ടുപോകാൻ സാധിച്ചു. എന്നിട്ടോ വീക്ഷന്ത, ഭഗവാന്റെ കൂടെ അവരുടെ മനസ്സും ഇന്ദ്രിയങ്ങളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടോ വീക്ഷന്ത സ്നേഹസംബന്ധ,
വിദ്യയിലുസ്തത്ര തത്ര അവരവിടെ അവരുടെ ഉള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും കടിച്ചൊതുക്കി സഹിച്ചുകൊണ്ട്. എന്നാൽ എന്തെങ്കിലും നമ്മൾ ഭാവം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാന് ഒരു അപശകുനമായി ദുശകുനമായി മാറുമോ എന്ന് പേടിച്ചിട്ടാണ് അവരുള്ളിലുള്ള എല്ലാ ദുഃഖങ്ങളും ഒതുക്കിക്കൊണ്ട് ഭഗവാനെ യാത്രയാക്കാൻ തയ്യാറായി നിൽക്കുന്നു, യാത്രയപ്പന് തയ്യാറായി നിൽക്കുന്നു എന്നാണ്. ഇവിടെ ഭഗവാൻ എന്താ പറയണത്? നിത്യോ നിത്യാനാം ചേതനാം ഏതോ ബഹൂനാം വിദധാതി കാമാൻ. ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാനുണ്ട്. നിത്യോ നിത്യാനാം, അനിത്യമായിട്ടുള്ള ഈ ശരീരമെടുക്കുന്ന ജീവന്മാർക്ക് നിത്യമായിട്ടുള്ള ചൈതന്യമായിട്ട് ഭഗവാൻ ഓരോ ശരീരത്തിലും ഭഗവാൻ സാന്നിധ്യം ചെയ്യുന്നു എന്നാണ്. വാസ്തവത്തിൽ ഈ ഭഗവാൻ എല്ലാവരും ഭഗവാനെ ആകർഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ആകർഷണം അനുഭവപ്പെടുന്നില്ല. കാരണം എന്താ? ഭൗതികമായിട്ടുള്ള ചിന്തകളിൽ മനസ്സ് മലിനമായി തീരുന്ന സമയത്ത് ഭഗവാനോടുള്ള ആകർഷണം വേണ്ട വിധത്തിൽ നമ്മൾക്ക് അനുഭവപ്പെടുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ വേദനിച്ചുകൊണ്ടിരിക്കുക, ഉരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഭക്തന്മാരുടെ ഹൃദയം മുഴുവൻ എന്നാണ്. അവർ ഭഗവാനെ അവരുടെ കണ്ണുകൾ അടച്ചു കഴിഞ്ഞാൽ ഭഗവാനെ കാണാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അത്രയും സമയം കാണാമല്ലോ ഭഗവാനെ. അങ്ങനെ അവർ കണ്ണടച്ചുകൊണ്ട് കണ്ണ് തുറന്നുകൊണ്ട് കണ്ണിൻ്റെ പോള പോലും അടയ്ക്കാതെ അവർ ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്നു എന്നാണ്. എന്നിട്ട് പല സ്ഥലത്തും അവർ അങ്ങനെ നടന്നു. പല സ്ഥലത്തും അവരിങ്ങനെ അലഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? മനസ്സ് മുഴുവൻ ഭഗവാന് പിന്നാലെ പോവുകയാണ്. എന്നാൽ ഈ ദുഃഖം അത് പുറമെ പ്രകടിപ്പിക്കാനും നിവൃത്തിയില്ല. അതേപോലെ നിരുന്ധൻ ഉൽഗലൽ ബാഷ്പമുൽക്കണ്ഠ്യാൽ ദേവകീസുതേ നിർയാത്യകാരാൽ നോഭദ്രമെതിപാൽ ഇതി സ്യാൽ ബാന്ധവസ്ത്രീയാ. നിരുന്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ വളരെ പ്രയാസത്തോടു കൂടിയിട്ട് ആ ഉള്ളിലുള്ള ദുഃഖങ്ങളെ മുഴുവൻ അടക്കി പിടിച്ചുകൊണ്ട് എന്നാണ്. ഉൽഗലൽ ബാഷ്പം, പുറമേക്ക് കണ്ണീര് വരാതെ വളരെ പാടുപെട്ട് ആ കണ്ണുനീരിനെ നിയന്ത്രിച്ചുകൊണ്ട്. ഉത്കണ്ഠ്യാൽ ദേവകീസുതേ, അതായത് വളരെയധികം ആകാംക്ഷയോട് കൂടിയിട്ട് ഭഗവാന്റെ ചിന്തകളിൽപ്പെട്ട് നിറഞ്ഞു വരുന്ന കണ്ണുകളെ ആ കണ്ണുനീര് പുറമേക്ക് വരാതെ ഒതുക്കിക്കൊണ്ട് എന്നർത്ഥം. നിർയാത്യകാരാൽ നോഭദ്രം, അവർ ഭഗവാന്റെ ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ ഭഗവാനെ യാത്ര അയക്കാനായിട്ട് വന്നു എന്നാണ്. എന്നിട്ടോ ഞങ്ങൾ ഒരു തുള്ളി കണ്ണീര് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അശുഭമായി തീരുമോ എന്ന് ഭയന്നുകൊണ്ട് അവർ ആ കണ്ണുനീരിനെ അടക്കി ഒതുക്കി നിന്നു. എളുപ്പമല്ല കണ്ണീര് ഒതുക്കി വയ്ക്കാനായിട്ട് എന്നാണ്. ഭഗവാന്റെ വിരഹമാണ് സംഭവിക്കാൻ പോണത് അതുകൊണ്ട് എന്നാണ്. ഹസ്തിനപുരത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. അതിൽ മുഴുവൻ ഭഗവാന്റെ ബന്ധുക്കളായിട്ടുള്ളവരും താമസിക്കുന്നുണ്ട്. ആ അനേകം ബന്ധുക്കളും താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ കൂടെയൊക്കെ കണ്ണീരൊഴുകി വീഴാൻ തുടങ്ങി. പക്ഷെ അതൊക്കെ ഒതുക്കി നിർത്തിയവർ എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാനെ അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ടോ അല്ല പ്രത്യക്ഷമായ പരോക്ഷമായിട്ടോ ഭഗവാനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, ഭഗവാനെക്കുറിച്ച് പറയുന്നു, ഭഗവാനെ പ്രകീർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഭഗവാനിലേക്ക് ഭഗവാന്റെ ഒരു ആകർഷണം നമ്മളിലുണ്ട്, ഭഗവാനോടുള്ള ആകർഷണം നമ്മളിലുണ്ടാവും. അങ്ങനെ ആ ആകർഷണം കൂടിക്കൂടി വരുമ്പോഴോ ഭഗവാൻ ആ ഭക്തനെ കാണാൻ, ആ ഭക്തനോട് കരുണ ചൊരിയും ഭഗവാൻ എന്നാണ്. മൃദംഗശംഖഭേര്യശ്ച വീണാ പണവഗോമുഖാ ദുന്ധുര്യാനഖണ്ഡാദ്യ നേതുർദുന്ദുഭയസ്തഥാ. ഇനി ഭഗവാൻ പോകുന്ന സമയത്ത് പല വിധത്തിലുള്ള ദേവവാദ്യങ്ങളും മംഗളവാദ്യങ്ങളും ഘോഷിച്ചു എന്നാണ് യാത്ര അയക്കുന്നത്. എങ്ങനെയാണ് യാത്ര അയക്കുക? ഒരു മാന്യ വ്യക്തിയെ യാത്ര അയക്കേണ്ട സമ്പ്രദായം എന്ത് എന്നുള്ളതിന് ഉദാഹരണമാണ് ഭഗവാന്റെ യാത്രയപ്പ് എന്നാണ്. ഒരു യാത്രയപ്പ്, ഒരു സ്വീകരണം, രണ്ടും ഈ അടുത്ത 2 അധ്യായങ്ങളിൽ കൂടെ കാണാൻ സാധിക്കുന്നു. ഇത് യാത്രയപ്പാണ്, സെൻഡ് ഓഫ് ആണ്. മൃദംഗ, ശംഖ, ഭേരി, വീണ
പണവം, ഗോമുഖം, ധുന്തുരി, ആനക, ഖണ്ഡാദ്യ ഇതെല്ലാം വാദ്യ ഉപകരണങ്ങളാണ്. നേതുർദുന്ദുഭയ ദേവദുന്ദുഭികളും ഘോഷിച്ചു. കൂട്ടത്തിൽ ആകാശത്തുനിന്ന് ദേവദുന്ദുഭികളും ഘോഷിച്ചു എന്നാണ്. പ്രാസാദ് 16ാമത്തെ ശ്ലോകം. പ്രാസാദ ശിഖരാരൂഢ കുരനാര്യോ ദിദിക്ഷയ വർഷു കുസ്മൈ കൃഷ്ണം പ്രേമവ്രീഡാസ്മിതേക്ഷണ പ്രാസാദ ശിഖരാരൂഢ കുരുനാര്യോ ദിദൃക്ഷയാം വർഷു കുസ്മൈ കൃഷ്ണം പ്രേമവ്രീഡാസ്മിതേക്ഷണ. പ്രാസാദ ശിഖരാരൂഢ, പ്രാസാദം കൊട്ടാരത്തിൻ്റെ മുകൾ തട്ടിൽ എന്നർത്ഥം. ശിഖര ആരൂഢ അതിൻ്റെ മുകളിൽ കയറി. പ്രാസാദ ശിഖര ആരൂഢ കുരുനാര്യ ദിദൃക്ഷയ വവൃഷു പുഷ്പകുസുമൈ കൃഷ്ണം പ്രേമ വ്രീഡാസ്മിത ഈക്ഷണ. വ്രീഡാസ്മിത ഈക്ഷണ കൊട്ടാരത്തിൻ്റെ മുകൾ തട്ടിൽ കയറി നിന്നുകൊണ്ട് കൗരവ സ്ത്രീകൾ, അതായത് റോയൽ ഫാമിലിയിലുള്ളവർ എന്നാണ് സൂചിപ്പിക്കുന്നത്. അവരൊന്നും പബ്ലിക്കായിട്ട് ഇറങ്ങാറില്ല എന്നാണ്. പബ്ലിക്കായിട്ട് ഇറങ്ങാറില്ല അവർ. കാരണം അവർ വളരെ കുലീനമായിട്ടുള്ള സ്ത്രീകളാണ്. അതുകൊണ്ട് എന്നാണ്. ഇപ്പോഴും അതെ, നമ്മുടെ നാട്ടിൽ കുറച്ച് കാലം മുമ്പേ വരെ ഒരുപാട് ജനങ്ങൾ തിങ്ങി ബഹളം കൂട്ടുന്ന സ്ഥലങ്ങളിലൊന്നും ശരിക്കും വളരെയധികം കുലമഹിമയുള്ള സ്ത്രീകൾ അവരൊന്നും പോവാറില്ല. കാരണം അവരായിട്ട് ഒന്നിച്ച് അതിന് പബ്ലിക്കായിട്ട് അവർ പോവാറില്ല എന്നാണ്. കാരണം അവരുടെ ആ ഒരു മാന്യത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നവരെ ലോകം എപ്പോഴും ബഹുമാനിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ അവർ ഭഗവാനെ കാണാനായിട്ട്, പിന്നെ ഭഗവാനെ ആ കൊട്ടാരത്തിൽ മുകൾത്തട്ടിൽ കയറി നിന്നുകൊണ്ട് ഭഗവാന്റെ ശിരസിലേക്ക് അവർ പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ പ്രേമത്തോടു കൂടിയിട്ട്, ലജ്ജയോടും പ്രേമത്തോടും കൂടിയിട്ട് അവർ പുഞ്ചിരിയോടും കൂടെ ഭഗവാനെ കടാക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ഒരു ലജ്ജ എന്നത്, ഈ സങ്കോചം എന്നുള്ളതുണ്ടല്ലോ, അതായത് ഒരു പ്രകൃതി നമ്മൾക്ക് തന്നിട്ടുള്ള ഒരു വലിയൊരു അനുഗ്രഹമാണ് എന്നാണ് ശ്രീല പ്രഭുപാദർ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അത് നമ്മളുടെ ആ ഇത് സൗന്ദര്യവും അതേപോലെ മാന്യതയും വർദ്ധിപ്പിക്കുന്നു ലജ്ജ എന്നുള്ളത് എന്നാണ്. അത് കൂടുതൽ അവർക്ക് സൗന്ദര്യമില്ലെങ്കിലും അവരുടെ ആത്മീയമായിട്ടുള്ള ആന്തരികമായിട്ടുള്ള സൗന്ദര്യത്തിനെയും ആന്തരികമായിട്ടുള്ള അവരുടെ ആ പരിശുദ്ധതയും അതിനെ മാന്യതയും വർദ്ധിപ്പിക്കുന്നു ലജ്ജ എന്ന്. ലജ്ജ എന്ന് വെറുതെ തല താഴ്ത്തി നിന്ന് കാലുകൊണ്ട് ഭൂമിയിൽ വരയ്ക്കലല്ല. അതല്ല ലജ്ജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനാവശ്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ആ ഒരു ദൃഢമായിട്ടുള്ള ഒരു മനസ്ഥിതി, അതാണ് ലജ്ജ എന്ന് പറഞ്ഞാൽ. 17ാമത്തെ ശ്ലോകം. സ്ഥിതാതപത്രം ജിഗ്രഹ മുക്താദാമവിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയതമസ്യഹാം. അപ്പോൾ അവിടെ ഭഗവാന് ഇതൊന്നും ആവശ്യമില്ല, ഉപചാരങ്ങളൊന്നും ആവശ്യമില്ലെങ്കിലും നമ്മൾ ഭഗവാന് ഉപചാരങ്ങൾ അർപ്പിക്കുന്നു. ഇപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്ത് നമ്മൾ വിളക്ക് കൊളുത്തുന്നുണ്ട്. സൂര്യന് വെളിച്ചത്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടാണോ? അല്ല, സൂര്യനെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളത് കൊണ്ട്, സൂര്യന് നമ്മൾ ഹോണർ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട്. ഇതേപോലെ ഭഗവാനെ യാത്ര അയക്കുന്ന സമയത്ത് ഉപചാരങ്ങൾ ധാരാളം ഉണ്ടായി അവിടെ എന്നാണ് പറയണത്. അർജുനൻ എന്നാണ്. സിതാതപത്രം ജഗ്രഹ മുക്താദാമ വിളം വിഭൂഷിതം, വെൺകൊറ്റക്കട പിടിച്ചു എന്നാണ്. അർജുനൻ ഭഗവാനെ വെൺകൊറ്റക്കട പിടിക്കുന്നു. പിന്നെ രത്നദന്തം ഗുഡാകേശ പ്രിയതമസ്യഹാം, അതായത് ആ സമയത്ത് അർജുനൻ ഗുഡാകേശൻ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള അർജുനനാണ് ഭഗവാന് വെൺകൊറ്റക്കട പിടിച്ചത് എന്നാണ്. പിന്നെ അത് വിശേഷപ്പെട്ട മുക്താദാമ വിഭൂഷിതം,
അതെങ്ങനെയുള്ള രത്നങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട രത്നം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതാണ്. അതിൻ്റെ ദണ്ഡ് എങ്ങനെയുള്ളതാണ്? രത്നദണ്ഡം. അതിൻ്റെ ആ വടി എങ്ങനെയുള്ള രത്നം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. പ്രിയതമസ്യ, ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന് വെൺകൊറ്റക്കട പിടിക്കുന്നു അർജുനൻ എന്നതാണ്. ഉപചാരങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇത് ഇപ്പോൾ സ്വർണം, രത്നങ്ങൾ, മുത്തുകൾ, പിന്നെ വിശേഷപ്പെട്ട രത്നക്കല്ലുകൾ, ഇതൊക്കെ ഏറ്റവും വിശേഷപ്പെട്ട വളരെ ഉന്നതമായിട്ടുള്ള റോയലായിട്ടുള്ള ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് 7ാമത്തെ ദിവസം, ഏകാദശി വിളക്ക് 7ാമത്തെ ദിവസം നമുക്ക് സ്വർണ്ണക്കോലത്തിലെ ഭഗവാൻ എഴുന്നള്ളുക. എന്തിനാണത്? ഭഗവാനോടുള്ള ഹോണർ, ഭഗവാനോടുള്ള ആ റോയലായിട്ടുള്ള ഒരു എഴുന്നള്ളത്താണ് ഭഗവാന്റെ. അതുകൊണ്ട് എന്നുള്ളത് കൊണ്ട്. അതേപോലെ ഭഗവാനെ നിവേദിക്കാനുള്ള പാത്രങ്ങൾ എങ്ങനെയാണ്? സ്വർണം കൊണ്ടുള്ള പാത്രങ്ങളിലാണ് ഭഗവാന് ഉച്ചപൂജയ്ക്ക് നിവേദ്യങ്ങൾ സമർപ്പിക്കാറുള്ളത്. അപ്പോൾ എത്ര കണ്ട് ഉപചാരങ്ങളാവാം. ചക്രവർത്തിയുടെ മുമ്പിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? മഹാരാജ വിഭൂതിപി, അതായത് സകല പ്രപഞ്ചകോടികളുടെയും ചക്രവർത്തിയാണ് ഭഗവാൻ. അപ്പോൾ ആ ഭഗവാൻ എത്ര കണ്ട് ഉപചാരം ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും ഉപചാരങ്ങൾ ഭഗവാൻ സ്വീകരിക്കും. പിന്നെ ഇതൊന്നും ചെയ്യാനില്ലെങ്കിലും വെറും പാവപ്പെട്ട ഒരാളുടെ ആ ഉപചാരം ഭഗവാൻ സ്വീകരിക്കും. കാരണം മനസ്സുകൊണ്ട് അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഭഗവാൻ ഇതെല്ലാം എനിക്ക് സമർപ്പിക്കണം എന്നുള്ള ഭാവത്തോട് കൂടി അതിന് കഴിവില്ല. എന്നാൽ മനസ്സുകൊണ്ട് സമർപ്പിക്കുകയാണെങ്കിലും ആ പരിശുദ്ധമായിട്ടുള്ള മനോഭാവത്തിൽ ഭഗവാൻ സന്തോഷിച്ച് അനുഗ്രഹിക്കും. അപ്പോൾ ഭഗവാന് ഇത്രയൊന്നും കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ആരും ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് സാധിക്കും മനസ്സുകൊണ്ട്. അല്ലേ? സ്വർണ്ണപാത്രങ്ങളിൽ വിശേഷപ്പെട്ട ഭഗവാന്റെ നിവേദ്യങ്ങൾ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും. ആ സങ്കല്പം പരിശുദ്ധമാണെങ്കിൽ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല. ഉദ്ധവ സാത്യകിശ്ചൈവ വ്യജനേ പരമാത്ഭുതേ വികീര്യമാണ കുസ്മയരേജേ മധുപതിപതി. ഉദ്ധവൻ സാത്യകി അർജുനൻ്റെ ശിഷ്യനാണ് എന്നാണ്. ച ഏവ വ്യജനേ പരമാത്ഭുതേ വികീര്യമാണ കുസുമൈ രേജേ മധുപതി. ഉദ്ധവൻ, സാത്യകി രണ്ടുപേരും ഭഗവാന് വെൺചാമരം വീശിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ആ ഭഗവാൻ പോകുന്ന വഴിയിലൊക്കെ പുഷ്പവൃഷ്ടി പോകുന്ന വഴിയിലെല്ലാം, വീഥികളിലെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ എന്നാണ്. 19 അശ്രൂയന്താശിഷസത്യ തത്ര തത്ര ദ്വിജേരിത നാനുരൂപാനുരൂപാശ്ച നിർഗുണസ്യ ഗുണാത്മന. അശ്രൂയന്ത അതായത് ഭഗവാൻ